സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തേടുക എന്നുള്ളതാണ്. കാരണം അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രതീക്ഷയോടുകൂടി വന്ന യൂനുസ് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു വ്യക്തത വരുത്തി കൊടുക്കുക. അതുകൊണ്ട് എത്ര ദുർഘട ഘട്ടങ്ങളിലായാലും പരിശോധന തുടരാമെന്ന ഒരു തീരുമാനം ഒരു നയപരമായി എടുത്തിരിക്കുകയാണല്ലേ? പ്രജീഷ്, തീർച്ചയായും ഇത്തരത്തിൽ ഇവിടെ വന്ന ഉദ്യോഗസ്ഥർ മൂന്നാമത്തെ സിഗ്നൽ ഒരു മനുഷ്യജീവന് തുല്യമായിരിക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ തുടർന്ന് ഇവിടെ നിന്ന് മടങ്ങാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരുടെ സംഘം തന്നെ. ഇതിൽ ശാസ്ത്രജ്ഞ വിദഗ്ധരും ഒക്കെ തന്നെ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായൊരു നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവിടെ എത്ര അർദ്ധരാത്രിയായാലും ഇവിടെ അതിനനുയോജ്യമായ, ഇവിടെ പരിശോധനകൾക്ക് അനുയോജ്യമായ എല്ലാവിധ സംവിധാനങ്ങളും സൈന്യത്തിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടു കൂടി ഇവിടെ എത്തിച്ച് പരിശോധന നടത്താം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. രണ്ട് നായ്ക്കൾ ഇത്തരത്തിൽ അവിടെ മനുഷ്യന്റെ സാന്നിധ്യം കണ്ടെത്തി എന്ന് ഇത്തരത്തിൽ പരിശോധനകളിൽ വ്യക്തമായ പ്രദേശത്തിന്റെ വളരെ തൊട്ടടുത്ത് ഏറെ നേരമായി രണ്ട് നായ്ക്കൾ ഇത്തരത്തിൽ മണം പിടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സന്നദ്ധ സേവകരൊക്കെ തന്നെ മടങ്ങിയെത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന കാഴ്ച ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നായ്ക്കൾക്കൊക്കെ തന്നെ മണം പിടിച്ച് മനുഷ്യന്റെ സാന്നിധ്യം അറിയാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. ചിലപ്പോൾ അത്തരത്തിൽ ഒരു സാന്നിധ്യം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിൽ അവിടെ ഇപ്പോൾ നായ്ക്കൾ നിന്ന് അത്തരത്തിൽ ആ ഒരു പരിസര പ്രദേശങ്ങളിൽ തന്നെ തുടരുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തോടു കൂടി ഇത്തരത്തിൽ നമ്മൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ല് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത്തരത്തിലൊരു ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ, സന്നദ്ധ സേവനത്തിന്റെ, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ ബെയിലി പാലം നിർമ്മിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ വലിയ തോതിൽ തന്നെ ഏത് അർദ്ധരാത്രിയിലും ഇവിടെ ഇത്തരത്തിലൊരു മനുഷ്യ സാന്നിധ്യം ഉണ്ടെന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്ര കൃത്യമായി ഒരു പരിശോധന ഇവിടെ നടത്താൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയ സൈന്യത്തിന്റെ കമ്പനികളൊക്കെ തന്നെ ഇവിടെ മടങ്ങിയെത്തി വലിയ സൗകര്യങ്ങൾ, ഫ്ലഡ് ലൈറ്റ് അടക്കമുള്ള ഇവിടെ നമ്മൾക്കറിയാം പൊതുവെ രാത്രിയായി കഴിഞ്ഞാൽ തന്നെ പൊതുവെ ഇപ്പോൾ തന്നെ ഇരുള് മൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വലിയ കോടമഞ്ഞിറങ്ങുന്ന വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെയൊക്കെ തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ടായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ പരിശോധന നടക്കുക. എന്തായാലും പരിശോധനയ്ക്കൊടുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു ശുഭസൂചന ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ഇവിടെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെ സിഗ്നൽ കിട്ടിയിരുന്ന പ്രദേശത്തൊക്കെ തന്നെ ചുറ്റും വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ കടയുടമയുടെ വീടടക്കമുള്ള നിരവധി ആളുകളുടെ വീടുകളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്തരത്തിൽ ഇനിയും സമാനമായ സിഗ്നലുകളൊക്കെ തന്നെ കിട്ടാനുള്ള സാധ്യതകളും നിൽക്കുന്നുണ്ട് എന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള സന്നദ്ധ സേവകരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും അവിടെ ഇനി വിശദമായ ആ ഒരു ടെറൈനിൽ വിശദമായ ഒരു പരിശോധനകൾക്ക് ഇനി കളമൊരുങ്ങുന്നു എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. എന്തായാലും ഇത്തരത്തിൽ അവിടെ ഒരു മനുഷ്യവാസ പ്രദേശമായിരുന്നു. അവിടെ ഇനി ഇത്തരത്തിൽ ഒരു എയർ പോക്കറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ തന്നെ നേരത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു. എയർ പോക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവജാലത്തിന് അവിടെ ശ്വാസമെടുക്കാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിന്നിരുന്നു. ഇപ്പോൾ അത്തരത്തിൽ ഒരു എയർ പോക്കറ്റുകളുടെ സാന്നിധ്യം കൂടി അവിടെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഇനി അതിനിർണായകമായ നിമിഷമാണ്. കാരണം ഇനി അവിടെ സിഗ്നൽ ലഭിച്ചാൽ ഉടനെ തന്നെ വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, അത് കട്ട് ചെയ്ത് അകത്തേക്ക് പോവുക എന്നത് ഏറെ ദുർഘടം നിറഞ്ഞ ഒരു നിമിഷമാണ്. എന്തായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. ഇനി അവിടെ ആ കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ആ കനാലിന്റെ അല്ലെങ്കിൽ അവിടെ ഭൂമിയുടെ അവിടെ ആ വീടിന്റെ അടിത്തറ വരെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മൾക്ക് തരുന്ന മറുപടി. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിന് ഏകദേശം മീറ്ററുകൾ മാറിയാണ് ഇത്തരത്തിൽ ഇവിടെ നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിഗ്നൽ ലഭിച്ചത്. അവിടെ ഒരു ചെറിയൊരു തോട് ഒഴുകുന്നത് നമ്മൾക്ക് കാണാം. ആ തോട് പൂർണ്ണമായും നേരത്തെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ ബുൾഡോസർ അടക്കമുള്ള സന്നദ്ധ സേവകരടക്കമുള്ള സൈന്യമടക്കമുള്ള ആളുകളുടെ നിതാന്ത പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇവിടെ
അവിടെ ആ തോടിന് തൊട്ടരികിലായിട്ടായിരുന്നു നമുക്ക് സിഗ്നൽ കിട്ടിയത്. അപ്പോൾ അവിടെ എത്രയും മണ്ണ് മാറ്റിയതിന്റെ ഏകദേശം 80% മണ്ണ് മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളിൽ നമ്മൾക്ക് ഇവിടെ സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ജീവന്റെ ഒരു സാന്നിധ്യം, അതിന്റെ സാധ്യമായിട്ടുള്ള എല്ലാ സ്ഥിരീകരണങ്ങളും ഉറപ്പിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.